പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ. എന്നെ ശ്രവിച്ചുകൊണ്ടിരിക്കുന്ന ലോകമെമ്പാടുമുള്ള മാതാപിതാക്കളെ, സഹോദരി സഹോദരന്മാരെ, സുഹൃത്തുക്കളെ, സെൽഫ് കോൺഫിഡൻസ്, ഹാർമണിയും ആത്മവിശ്വാസവും ഐക്യവും തമ്മിൽ എന്തെങ്കിലും ബന്ധമുണ്ടോ? പരസ്പരം ഐക്യപ്പെടുന്നതിലൂടെ, പൊരുത്തപ്പെടുന്നതിലൂടെ നമ്മുടെ ആത്മവിശ്വാസം ഉയർത്തപ്പെടുന്നുണ്ടോ എന്നതിനെക്കുറിച്ച് ഒന്ന് ചിന്തിക്കുവാനായിട്ടാണ് ഈ അല്പസമയം നമ്മൾ ഉപയോഗിക്കാൻ പോകുന്നത്. എല്ലാവർക്കും സ്വാഗതം. നമുക്കറിയാം, മനുഷ്യൻ ആത്യന്തികമായിട്ട് സന്തോഷം ആഗ്രഹിക്കുന്ന വ്യക്തിയാണ്. നമുക്ക് സന്തോഷമുണ്ടാകുവാനായിട്ട് നമുക്ക് സമൂഹവും വ്യക്തികളും സാഹചര്യങ്ങളുമായിട്ട് ഐക്യപ്പെടേണ്ടത് വളരെ അത്യാവശ്യമാണ്. നമ്മൾ സമൂഹവുമായിട്ട്, വ്യക്തികളായിട്ട് ഐക്യപ്പെട്ടു പോകുമ്പോഴാണ് നമ്മളുടെ ശക്തി വർദ്ധിക്കുന്നത്. ഒപ്പം നമുക്കെല്ലാവരുമായിട്ട് പൊരുത്തപ്പെട്ട് നമ്മുടെ ആത്മവിശ്വാസത്തെ ഉണർത്താനായിട്ട് സാധിക്കുന്നത്. അപ്പോൾ ഐക്യപ്പെടുക, ഹാർമണി ഉണ്ടാകുക എന്നുള്ളത് വലിയൊരു ആവശ്യം തന്നെയാണ്. ഇതിന് ഏറ്റവും വലിയ ഒരു കാര്യം നമുക്ക് പറയാനായിട്ട് സാധിക്കേണ്ടത് എന്താണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, മറ്റുള്ളവരെ അവരായിട്ട് കാണുക എന്നുള്ളതാണ്. അവരെ അവരായിട്ട് കാണാനായിട്ട് സാധിക്കണം. ഒരു സനാതന സത്യമുണ്ട്. ഈ സനാതന സത്യം എന്ത് എന്ന് ചോദിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ, ഓരോ വ്യക്തിയും പെരുമാറുന്നത്, പ്രവർത്തിക്കുന്നത്, ചിന്തിക്കുന്നത്, ഓരോ വ്യക്തിയും പെരുമാറുന്നതും പ്രവർത്തിക്കുന്നതും ചിന്തിക്കുന്നതും ആ വ്യക്തിക്ക് ലഭിച്ച പഠനങ്ങൾ, അനുഭവങ്ങൾ, അതുപോലെ സാഹചര്യങ്ങളാണ്. ഇപ്പം നമ്മൾക്ക് ചില വ്യക്തികൾ ഉൾക്കൊള്ളാനായിട്ട് സാധിക്കാത്തതുണ്ടാകും. അതുപോലെ ഉൾക്കൊള്ളാൻ പറ്റാത്ത ഒരു സാഹചര്യത്തിലായിരിക്കാം അവർ വളർന്നു വന്നത്. നമുക്കറിയാം, ചില വ്യക്തികൾ അല്ലെങ്കിൽ ചില സാഹചര്യങ്ങൾ നമ്മളുടെ നിയന്ത്രണത്തിലല്ല. അതുപോലെയാണ് ഓരോ വ്യക്തികളും വളർന്നു വരുമ്പോൾ അവർക്കും ഒരു സാഹചര്യം ഉണ്ടാകും. ഈ ഒരു കാര്യം നമുക്ക് മനസ്സിലാക്കി കഴിഞ്ഞാൽ, അപ്പോൾ അവനെന്താ അങ്ങനെ പെരുമാറണേ, അല്ലെങ്കിൽ അവളെന്താ അങ്ങനെ പെരുമാറണേ, ഞാൻ എത്രയോ നന്നായിട്ട് പെരുമാറാറുണ്ട്, ഞാൻ എല്ലാം വിശ്വസിക്കാറില്ലേ, ഞാൻ എല്ലാം ചെയ്തു കൊടുക്കാറില്ലേ, ഞാൻ ആ വ്യക്തിക്ക് വേണ്ടിയല്ലേ ജീവിക്കണേ, എന്നിട്ടും ആ വ്യക്തി എന്തുകൊണ്ട് എന്നെ മനസ്സിലാക്കുന്നില്ല, എന്നെ സ്നേഹിക്കുന്നില്ല, എന്നെ ഉൾക്കൊള്ളുന്നില്ല എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ആ വ്യക്തിക്കുമുണ്ട് ഒരു ഹിസ്റ്ററി. അവൻ്റെ ജനനം, അവൻ ജനിച്ച സാഹചര്യങ്ങൾ, അവൻ്റെ മാതാപിതാക്കൾ, അവൻ്റെ ഗുരുക്കന്മാർ, അവൻ്റെ അധ്യാപകർ, അവൻ ഉയർന്നു വന്ന അല്ലെങ്കിൽ അവൾ ഉയർന്നു വന്ന മൊത്തം എൻവയൺമെൻറ്റ്, ഇതിൻ്റെയൊക്കെ ആകെ തുകയാണ് ആ വ്യക്തി അല്ലെങ്കിൽ ഈ വ്യക്തി. അപ്പം അതുകൊണ്ട് ഇപ്പം ഞാൻ എന്നെ മനസ്സിലാക്കുന്നിടത്തോളം എനിക്ക് ഒരു സാഹചര്യമുണ്ട്. എൻ്റെ മാതാപിതാക്കൾ, എൻ്റെ സാഹചര്യങ്ങൾ, എൻ്റെ ഗുരുക്കന്മാർ, എൻ്റെ കൂട്ടുകാർ, ആകെ തുക പറയുന്ന എൻ്റെ എൻവയൺമെൻറ്റ്, ഇതിൻ്റെ ഒരു പ്രതിഫലനമാണ് എൻ്റെ പെരുമാറ്റങ്ങളും എൻ്റെ പ്രവർത്തികളും. ഈ പെരുമാറ്റങ്ങളും പ്രവർത്തികളും നമുക്ക് മാറ്റി ഞാൻ വിചാരിക്കുന്നത് പോലെ പ്രവർത്തിക്കണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, എൻ്റെ കൺട്രോളിൽ കൊണ്ടുവരാനായിട്ട് ഞാൻ ശ്രമിക്കുമ്പോൾ ആ വ്യക്തിക്കും ആ വ്യക്തിയുടേതായിട്ടുള്ള ഒരു സാഹചര്യങ്ങൾ ഉണ്ടായിട്ടുണ്ടാവാം. അതുകൊണ്ട് ചിലപ്പോൾ നമ്മളാകുന്ന വ്യക്തിയെ ഉൾക്കൊള്ളാനായിട്ട് സാധിക്കില്ല. ഇവിടെ നമ്മൾ എന്ത് ചെയ്യണം? നമ്മൾക്ക് ഒരു വ്യക്തിയെ അവനായിട്ട് അവൻ്റെ പ്രവൃത്തികൾ, അവൻ്റെ പെരുമാറ്റങ്ങൾ, അവൻ്റെ ചിന്തകൾ അതെങ്ങനെയാണോ അതുപോലെ നമുക്ക് ഉൾക്കൊള്ളുവാനായിട്ട് സാധിക്കുമ്പോൾ നമുക്ക് ഹാർമണി ഉണ്ടാക്കിയെടുക്കാൻ സാധിക്കും. ഇപ്പം നമുക്കറിയാം, ചിലർ സാഹചര്യങ്ങളോട് പ്രതികരിക്കുകയില്ല. സാഹചര്യങ്ങളോട് പ്രതികരിക്കാത്തവർ എത്രയോ പേരുണ്ട്. ചിലരൊക്കെ പറയില്ല, അത് ദൈവഹിതമാണ്. ഈ ദൈവഹിതമാണ് എന്ന് മനസ്സിലാക്കി ചിലർ പെരുമാറുന്നവരുണ്ട്. അവരെ സംബന്ധിച്ചിടത്തോളം അവരുടെ സുഖം, അവരുടെ സന്തോഷം അങ്ങനെയാണ് അടങ്ങിയിരിക്കുന്നത്. നെപ്പോളിയൻ പറയും, നമ്മൾ ഐക്യപ്പെടാനായിട്ട് തുടങ്ങുമ്പോൾ നമ്മളിലൊരു സ്പെഷ്യൽ പവർ ഉണർന്നു വരുമെന്ന് പറയുന്നത്. ഇപ്പം രണ്ടുപേരെ ഐക്യപ്പെട്ട്, നെപ്പോളിയൻ പറയുന്നത് രണ്ടുപേരെ ഐക്യപ്പെട്ട് ജീവിക്കാനായിട്ട് തീരുമാനിക്കുമ്പോൾ, അപരനായിട്ടും ഞാനായിട്ടും ഞാൻ വളരാൻ തുടങ്ങുമ്പോൾ എന്ത് സംഭവിക്കുന്നു? വലിയ ശക്തികളാണ് ഈ രണ്ടിൽ നിന്നും പുറപ്പെടുന്നത്. എങ്ങനെയെന്നല്ല, നമുക്ക് ഐക്യപ്പെട്ട് പൊരുത്തപ്പെട്ട് ജീവിക്കുവാനായിട്ട് സാധിക്കുക എന്നുള്ളതാണ്. ഏറ്റവും ആത്യന്തികമായിട്ട് ഞാൻ എന്നോട് ഐക്യപ്പെടണം, ഞാൻ എന്നോട് പൊരുത്തപ്പെടണം. എൻ്റെ കഴിവുകളെയും എൻ്റെ കുറവുകളെയും ഇതാണ് നമ്മൾ തുടങ്ങിയേ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഇത് 29ാമത്തെ സെൽഫ് കോൺഫിഡൻസിൻ്റെ ക്ലാസ്സാണ്.
എനിക്ക് ഞാനായിരിക്കുന്ന അവസ്ഥയെ, ഞാനായിരിക്കുന്ന സ്വഭാവത്തെ, ഞാനായിരിക്കുന്ന ചിന്തകളെ, ഞാനായിരിക്കുന്ന എൻ്റെ പ്രവർത്തനങ്ങളെ, ഞാനായിരിക്കുന്ന എൻ്റെ പെരുമാറ്റങ്ങളെ എനിക്ക് ഉൾക്കൊള്ളാൻ സാധിക്കണം. അതാണ് ഞാനായിട്ട് പൊരുത്തപ്പെടുക എന്നുള്ളത്. എനിക്കത് സാധിച്ചാലേ അപരനായിട്ട് ഉൾക്കൊള്ളാനായിട്ട് സാധിക്കുള്ളൂ. ഇത്രയേ ഉള്ളൂ നമ്മുടെ ജീവിതത്തിൻ്റെ ആകെ തുക എന്നുള്ളത്. അപരനായിട്ട് കാണുക, ഞാൻ എന്നായി കണ്ടിട്ട് ഐക്യപ്പെടാനായിട്ട് സാധിക്കണം. ഇങ്ങനൊരു ഐക്യപ്പെടലാണ് നമുക്ക് അനുദിന ജീവിതത്തിൽ വേണ്ടത്. ഇപ്പം 2 പേര് തീരുമാനിക്കുകയാണ് നമുക്ക് ഒരുമിച്ച് നമ്മൾക്ക് പരസ്പരം മനസ്സിലാക്കിയൊക്കെ ജീവിക്കാമെന്ന് തീരുമാനിച്ചു കഴിഞ്ഞാൽ അവിടെ ഐക്യം ഉണ്ടാവും. ഇപ്പം കുടുംബജീവിതത്തിൻ്റെ പ്രത്യേകത എന്താണ്? ഒരു സ്ത്രീയും ഒരു പുരുഷനും ഒരുമിച്ച് ജീവിക്കാനായിട്ട് തുടങ്ങുന്നു എന്നുള്ളതാണ്. അവർ പരസ്പരം മനസ്സിലാക്കി, പരസ്പരം ഐക്യപ്പെട്ട്, പരസ്പരം പൊരുത്തപ്പെട്ട് ജീവിക്കാനായിട്ട് എപ്പോൾ തീരുമാനിക്കുന്നുവോ ആ കുടുംബത്തിൽ ഹാർമണി ഉണ്ടാവും. നമുക്കൊരു ഓർഗനൈസേഷൻ എടുത്തു നോക്കി, അവർ ഒരുമിച്ചിരുന്ന് ചിന്തിക്കുകയാണ്, ഇതാണ് നമ്മളുടെ പ്ലാൻ, ഇതാണ് നമ്മളുടെ പദ്ധതി, ഇതാണ് നമ്മുടെ മോട്ടീവ്. ഇതനുസരിച്ച് അവർ ജീവിക്കാൻ തുടങ്ങുമ്പോൾ അവിടെ ഹാർമണി ഉണ്ടാവും. ഒരു വ്യവസായ മേഖല എടുത്തു നോക്കി, അവിടുത്തെ മുതലാളി വ്യവസായികളോട്, ജോലിക്കാരോട് പറയുകയാണ്, ഇതാണ് നമ്മുടെ പ്രോജക്റ്റ്, ഇതനുസരിച്ചാണ് നമ്മൾ പെരുമാറേണ്ടത്, ഇതനുസരിച്ചാണ് നമ്മൾ കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകേണ്ടത് എന്ന് തീരുമാനിച്ച് പ്രവർത്തിച്ച് തുടങ്ങുമ്പോൾ അവിടെ എന്തുണ്ടാകും? ഹാർമണി ഉണ്ടാകും. അപ്പോൾ ഹാർമണി ഉണ്ടാകുമ്പോൾ എത്രത്തോളം ഐക്യമുണ്ടോ അത്രത്തോളം നമ്മുടെ ആത്മവിശ്വാസം വളരുന്നു എന്നുള്ളതാണ്. ഏതു മേഖലയെടുത്ത് നോക്കിക്കഴിഞ്ഞാലും നമുക്ക് വളരാനായിട്ട് സാധിക്കണമെങ്കിൽ നമുക്ക് ഏറ്റവും അത്യന്താപേക്ഷിതമായിട്ടുള്ളതാണ് ഞാൻ എന്നോട് പൊരുത്തപ്പെടണം, ഞാൻ അപരനോട് പൊരുത്തപ്പെടണം. അപരനോട് പൊരുത്തപ്പെടാതെ നമ്മൾ ഇരിക്കുമ്പോഴൊക്കെ, അതായത് മറ്റുള്ളവരെ അഡ്ജസ്റ്റ് ചെയ്യുക എന്നതിനേക്കാൾ ഉപരി മറ്റുള്ളവരെ അവരായിരിക്കുന്ന രീതിയിൽ അക്കോമഡേറ്റ് ചെയ്യാന്ന് പറയും. ഇംഗ്ലീഷ് ഉപയോഗിക്കുന്ന ഏറ്റവും നല്ല വാക്കതാണ് നോട്ട് അഡ്ജസ്റ്റ്മെൻറ്റ് ബട്ട് അക്കോമഡേഷൻ. നമുക്ക് അപരനായിട്ട് രീതിയിൽ നമുക്ക് ഉൾക്കൊള്ളാനായിട്ട് സാധിക്കുമ്പോൾ പോരായ്മകളും പരിമിതികളും അതുപോലെ കുറവുകളും ഒന്നും അന്വേഷിച്ച് നടക്കുകയല്ല, മറിച്ച് അവർക്കും ഒരാൾക്ക് അയാൾ അങ്ങനെ പെരുമാറുന്നതിന് അദ്ദേഹത്തിനൊരു ഹിസ്റ്ററി ഉണ്ട്, ഒരു ഹിസ്റ്റോറിക്കൽ ബാക്ക്ഗ്രൗണ്ട് ഉണ്ട്. അതിനപ്പുറത്തേക്ക് വ്യത്യാസങ്ങളുണ്ടാകാം. വ്യത്യാസങ്ങൾ എവിടെയാണ് ഉണ്ടാകുന്നത്? വ്യത്യാസങ്ങൾ എന്നിലാണ് ഉണ്ടാകുന്നത്. ഞാൻ മുൻപുള്ള ക്ലാസ്സുകളിലൊക്കെ പറയാറുള്ളത് പോലെ അവൻ മാറി അല്ലെങ്കിൽ അവൾ മാറി എന്ന് പറയുമ്പോൾ മാറ്റമുണ്ടായത് എവിടെയാണ്? എൻ്റെ കാഴ്ചപ്പാടിലാണ്, എൻ്റെ ആറ്റിറ്റ്യൂഡിലാണ്, എൻ്റെ ഡിസ്പൊസിഷനിലാണ്, എൻ്റെ ചിന്തകളിലാണ്, എൻ്റെ പെരുമാറ്റത്തിലാണ്, എൻ്റെ പ്രവർത്തനങ്ങളിലാണ് മാറ്റം ഉണ്ടാകുന്നത്. അപ്പോൾ ശരിക്കും കാഴ്ചപ്പാടുകളിൽ മാറ്റം ഉണ്ടാകുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ യഥാർത്ഥത്തിൽ അത് ഞാനാകുന്ന എന്നിലുണ്ടാകുന്ന വ്യത്യാസങ്ങളാണ്. അപ്പോൾ ഹാർമണി, ഐക്യം, പൊരുത്തപ്പെടൽ, സെൽഫ് കോൺഫിഡൻസ് വളർത്താനായിട്ട് വളരെ ആവശ്യമാണ്. നമുക്ക് ഒറ്റ പോരാടനായിട്ട് നിൽക്കുക എന്നൊക്കെ കഴിഞ്ഞാൽ ഇപ്പോൾ മൊണോപ്പൊളിയുടെ കാലഘട്ടത്തിലൊക്കെ അങ്ങനെ പറയുമായിരുന്നു. മൊണോപ്പൊളിസ്റ്റ് എന്ന് പറയില്ലേ, ഏകാധിപതി. ഇന്ന് ഏകാധിപതിയായിട്ട് ജീവിച്ച് വളരുന്നവരും ഉയരുന്നവരും ഉണ്ട്. എന്നാൽ ആത്മവിശ്വാസം ഉയർത്തിയെടുക്കാനായിട്ട് ഹാർമണി, ഐക്യം, പൊരുത്തപ്പെടൽ വളരെ അത്യാവശ്യമാണെന്നാണ് ശാസ്ത്രം തെളിയിച്ചിരിക്കുന്നത്. അത് കുടുംബ ബന്ധങ്ങളിലാകട്ടെ, അല്ലെങ്കിൽ മക്കൾക്ക് മാതാപിതാക്കളോടുള്ള ബന്ധങ്ങളിലാകട്ടെ, മാതാപിതാക്കളിൽ മക്കളോട്, ഭാര്യയും ഭർത്തൃ ബന്ധം ഏറ്റവും ദൃഢകരമായി തീരുന്നപ്പോഴാണ്, അവിടെ ഹാർമണി ഉണ്ടാകുമ്പോഴാണ്. മാതാപിതാക്കളും മക്കളും ഒറ്റക്കെട്ടായിട്ട് നിൽക്കുമ്പോഴാണ് അവിടെ ഹാർമണി, ഐക്യം, പൊരുത്തപ്പെടൽ ഉണ്ടാകുന്നത്. ഇത് കുടുംബത്തിൻ്റെ തന്നെയല്ല, ആ കുടുംബത്തിലായിരിക്കുന്ന പിതാവിൻ്റെയും മാതാവിൻ്റെയും ഭാര്യയുടെയും ഭർത്താവിൻ്റെയും മക്കളുടെയും എല്ലാം ആത്മവിശ്വാസം ഉണർത്തുന്നതാണ്, വളർത്തുന്നതെന്നാണ് ശാസ്ത്രം പറയുന്നത്. അപ്പം അതുകൊണ്ട് സെൽഫ് കോൺഫിഡൻസ് വളർത്തിയെടുക്കാനായിട്ട് ഏറ്റവും അത്യാവശ്യമായിട്ടുള്ളൊരു കാര്യമാണ് ഹാർമണി, അല്ലെങ്കിൽ ഐക്യം, അല്ലെങ്കിൽ പൊരുത്തപ്പെടൽ. അപ്പം നമുക്ക് എൻ്റെ ആത്മവിശ്വാസം വളർന്നു വരുന്നതിന് തടസ്സമായിട്ട് എൻ്റെ ഐക്യപ്പെടൽ ഏതെങ്കിലും വിധത്തിൽ തടസ്സമായിട്ടുണ്ടോ എന്ന് ഒന്ന് ചിന്തിക്കുവാൻ വേണ്ടിയായിട്ടാണ് ഈ ക്ലാസ് ഉപകാരപ്രദമായി തീരട്ടെ എന്നാണ് ഞാൻ ആശംസിക്കുന്നത്. മറ്റൊരു വിഷയവുമായിട്ട് മറ്റൊരു സന്ദർഭത്തിൽ കണ്ടെത്തുന്നതുവരെ ഫാദർ തോമസ് കൊടിയൻ എല്ലാവർക്കും ഈശ്വരൻ്റെ അനുഗ്രഹമുണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. സർവശക്തനായ ദൈവം പിതാവും പുത്രനും പരിശുദ്ധാത്മാവും നിങ്ങളെ സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ. ആമേൻ.